Hello friends, welcome to this new session on fundamentals of investment. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ളത് മൊത്തം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടായിരുന്നു ബോണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ബോണ്ട് വാല്യുവേഷനെ കുറിച്ചാണ്. ബട്ട് ബിഫോർ യു ഗെറ്റ് ഇൻ ടു ബോണ്ട് വാല്യുവേഷൻ നമുക്ക് വളരെയധികം കവർ ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ് ടൈം വാല്യൂ ഓഫ് മണി. ഇത് നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യാണ്ട് നമ്മൾ ബോണ്ട് വാല്യുവേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഇൻകംപ്ലീറ്റ്. യു ആർ ലേണിംഗ്. ഓക്കെ, സോ ടൈം വാല്യൂ ഓഫ് മണി നമുക്കൊന്ന് കവർ ചെയ്യാം. നൗ ആ പേര് പോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിന് തന്നെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക. പണ്ടൊക്കെ ₹1 അല്ലെങ്കിൽ ഒരു 50 പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാണയൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് നിങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ₹1 ഉണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം, ₹10 ഉണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം. ആൻഡ് ഈവൻ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിലേക്ക് പോവുകയാണെങ്കിൽ വെൻ യു ആർ പ്രൗഡ്ലി 5-6 years old, ആ സമയത്ത് ₹1 കിട്ടുന്ന സാധനങ്ങളൊന്നും ഇപ്പോൾ കിട്ടില്ല. ദിസ് ഈസ് പ്രൈമർലി ബിക്കോസ് ഓഫ് ദ ടൈം വാല്യൂ ഓഫ് മണി കൺസെപ്റ്റ്. ടൈം വാല്യൂ ഓഫ് മണി കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഓക്കെ, ഇറ്റ്സ് എ കൺസെപ്റ്റ് ദാറ്റ് സേസ് ദാറ്റ് ദ വാല്യൂ ഓഫ് ₹1 റിസീവ്ഡ് ടുഡേ ഇസ് ഗ്രേറ്റർ ദാൻ ദ ₹1 റിസീവ്ഡ് ടുമോറോ. ഇന്നത്തെ ₹1 വില is comparatively higher than that of the ₹1 that you get tomorrow, അല്ലെങ്കിൽ 1 year from now, അല്ലെങ്കിൽ 10 years from now. ഡിനോമിനേഷൻ നോക്കുകയാണെങ്കിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ₹1 is ₹1. ബട്ട് വാല്യൂ അത് വെച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് വ്യത്യാസം വരുന്നുണ്ട്. There are several reasons as to why this time value of money concept exists. അതിൻ്റെ ഒരു റീസൺസ് നമുക്ക് നോക്കാം. Why is that? First thing, uncertaintyയും റിസ്ക്കും. കാരണം നമുക്കറിയാം ഇന്ന് എൻ്റെ കയ്യിൽ ₹10 ഉള്ളതുപോലെയല്ല നാളെ ചിലപ്പോൾ ₹10 കിട്ടും എന്ന് പറയുന്നത് പോലെ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇന്ന് എൻ്റെ കയ്യിൽ ₹10 ഉണ്ട്, ഐ ഹാവ് ₹10 വിത്ത് മീ. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് നാളെ ₹10 കിട്ടും എന്നുള്ളതും, ഐ വിൽ ഗെറ്റ് ₹10 ടുമോറോ എന്ന് പറയുന്നതും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പക്ഷേ രണ്ടിനും രണ്ട് ഡിഫറെൻറ്റ് ഉറപ്പും രണ്ട് ഡിഫറെൻറ്റ് രീതിയിലുള്ള വാല്യൂ നമുക്കുണ്ട്. ഇന്ന് എൻ്റെ കയ്യിൽ ₹10 ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് നൗ ഐ ഹാവ് ₹10 വിത്ത് മീ. നാളെ ₹10 കിട്ടാം, ഓക്കെ, അല്ലെങ്കിൽ ₹10 കിട്ടും എന്ന് പറയുന്നത് എന്താ, നാളെ കിട്ടും, ഐ വിൽ ഗെറ്റ് ഇറ്റ് ടുമോറോ. പക്ഷേ ഈ ടുമോറോ എന്ന് പറയുന്നത് എ ലോട്ട് ഓഫ് തിങ്സ് ക്യാൻ ഹാപ്പൻ ബിറ്റ്വീൻ ദാറ്റ്. ദ പേഴ്സൺ ഹൂ ആർ സപ്പോസ് ടു ഗിവ് യു ₹10 വിൽ സേ ഐ ആം നോട്ട് ഗോയിങ് ടു ഗിവ് യു. സംഭവിക്കാവുന്നതാണ്. ഓർ സംതിങ് എൽസ് ക്യാൻ ഹാപ്പൻ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് അൺസർട്ടനിറ്റി. Now one thing you've got to understand, anything that happens in the future is uncertain. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ the future is uncertain. അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ റിവാർഡ്സ് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് 1 year from now കിട്ടുന്ന ₹1 ഇന്ന് ഉള്ള ₹1 തമ്മിലുള്ള വാല്യൂവിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് നമ്മൾ പെർസീവ് ചെയ്യുന്നിട്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ ₹1 കൂടുതൽ വാല്യൂ 1 year from now അത്രയില്ല. അതിൻ്റെ റീസൺ ഇതാണ്, അൺസർട്ടനിറ്റിയാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉറപ്പ് കിട്ടുമെന്നുള്ളത്, ആ ഒരു അൺസർട്ടനിറ്റി, ദർ ഇസ് എ റിസ്ക് അറ്റാച്ച്ഡ് വിത്ത് ദാറ്റ് അൺസർട്ടനിറ്റി. ദാറ്റ് ഈസ് ദി പ്രൈം റീസൺ ആസ് ടു വൈ ദ ടൈം വാല്യൂ ഓഫ് മണി എക്സിസ്റ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് പ്രിഫറൻസ് ഓഫ് പ്രസൻറ്റ് കൺസംഷൻ. ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത് റാദർ ദാൻ ദി ഫ്യൂച്ചർ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ ഗിവൻ ദ ചോയ്സ്, യു ക്യാൻ ഹാവ് മേ ബി ഒരു മസാല ദോശ ഇപ്പോൾ കഴിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 2 മസാല ദോശ കഴിക്കാം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മസാല ദോശയും ചായയും കഴിക്കാം എന്ന് പറയുകയാണെങ്കിൽ വിച്ച് വുഡ് യു പ്രിഫർ? നൗ ചില ആൾക്കാർ ദേ മൈറ്റ് ഹാവ് എ ലീനിങ് ടുവേർഡ്സ് മസാല ദോശ ആൻഡ് ടീ. ബട്ട് സാധാരണഗതിയിൽ നമുക്ക് പറയാം ഇന്ന് കിട്ടുന്നതാണ് നമുക്ക് കുറച്ചുകൂടി ഡെഫിനറ്റ് ആയിട്ടുള്ളത്, അല്ലേ? സോ വിൽ പ്രിഫർ ദി present choice. Majority of us will prefer the present choice rather than the future choice. അതാണ് preference of present consumption. The next one is opportunity for investment. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. എൻ്റെ കയ്യിൽ എന്നൊരു ₹10 ഉണ്ടെങ്കിൽ ഐ മൈറ്റ് ഹാവ് സെവറൽ ഓപ്ഷൻസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ചോയ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 20 ചോയ്സ് ഉണ്ടാവും എവിടെയൊക്കെ എൻ്റെ ഈ പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ബട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് മേ ബി ₹1000 1 year from now, അന്നത്തെ സമയത്ത് എന്തോരം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മനസ്സിൽ ഇത് അത്രയും ഭയങ്കരമായിട്ടൊരു ഫാക്ടർ അല്ല കേട്ടോ. ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് നോട്ട് ദാറ്റ് ഹൈ എ ഫാക്ടർ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്കും പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംഷൻ തന്നെയാണ്. ബട്ട് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, 1 year from now will I have the same options അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്? ക്ലിയർ. ഇനി അടുത്തതെന്ന് പറയുന്നത് മോർ പർച്ചേസിങ് പവർ. ദിസ് ഇസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു യുവർ ഇൻഫ്ലേഷൻ. ഓക്കെ, നിങ്ങളുടെ ഇൻഫ്ലേഷനായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. ആസ് യു നോ, ഓരോ കൊല്ലം കഴിയുന്നവരും സാധനങ്ങൾക്ക് വില കൂടാന്ന്. റൈറ്റ്. നൗ ഇന്നത്തെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റുന്ന, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഒരു 50 രൂപ അല്ലെങ്കിൽ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കിലോ അരി കിട്ടുമായിരിക്കും. ഓക്കെ, 2 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മേ ബി 6 months ലേറ്റ് ഈ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3/4 കിലോ അരിയേ കിട്ടുള്ളൂ. ഇവിടെ അരി വ്യത്യാസം വരുന്നില്ല, സെയിം 1 കിലോ തന്നെയാണ്. വാട്ട് ഈസ് ചേഞ്ചിങ്? ദ പർച്ചേസിങ് കപ്പാസിറ്റി ഓഫ് 1 rupee. ഓക്കെ, 1 രൂപ കൊണ്ട് മേടിക്കാൻ പറ്റുന്നതിൻ്റെ വോള്യൂം, ദാറ്റ് എബിലിറ്റി ഹാസ് ഗോൺ ഡൗൺ. എന്തുകൊണ്ടാണ്? ആ റുപ്പിക്ക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ചേഞ്ച് വന്നിരിക്കുന്നത് സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്, ഇൻഫ്ലേഷൻ. ക്ലിയർ. സോ ദ പർച്ചേസിങ് പവർ ഓഫ് ദാറ്റ് കറൻസി വിൽ ചേഞ്ച്. അതും ഒരു വലിയൊരു ഫാക്ടറാണ്. സോ പ്രൈം 3 factors എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്, പ്രിഫറൻസ് ഓഫ് പ്രസൻറ്റ് കൺസംഷൻ ആൻഡ് ദി പർച്ചേസിങ് പവർ. ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ദി ഒരു വേണമെങ്കിൽ 4th എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പ്രൈം 3 ആണ്. Now let's move on to the next part, that is techniques for TVM, time value of money. Okay, don't get confused. Time value of moneyയിലുള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന 2 ടെക്നീക്സ് ഉണ്ട്. Now techniques എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള സാധനമൊന്നുമല്ല. It simply states that when you are considering time value of money, നമുക്ക് 2 രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ 2 രീതി എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഇസ് കോമ്പൗണ്ടിങ്. Now കോമ്പൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇന്ന് ഞാനിപ്പോൾ ഈ പ്രസൻറ്റ് നിമിഷം ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ്, 3 കൊല്ലം അല്ലെങ്കിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, 3 കൊല്ലം അത് ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റിലിട്ടു, 10% പലിശ, 3 കൊല്ലം കഴിഞ്ഞിട്ട് എത്ര രൂപ എനിക്ക് കിട്ടും എന്നുള്ളതാണ് കോമ്പൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമ്പൗണ്ടിങ് ഇസ് നത്തിങ് ബട്ട് കമ്പ്യൂട്ടിങ് ദി ഫ്യൂച്ചർ വാല്യൂ അറ്റ് എ പെർട്ടിക്കുലർ റേറ്റ്. ഒരു പെർട്ടിക്കുലർ റേറ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ട് 100 രൂപ, ഓക്കെ, 100 rupees 100 for 3 years at 10%. ക്ലിയർ. ഫ്യൂച്ചർ ഡേറ്റിൽ എത്ര കിട്ടും എന്നുള്ളതാണ് ഞാനിപ്പോൾ പ്രസൻറ്റിൽ നിൽക്കുന്നത്. ബട്ട് ഭാവിയിൽ 1 year from now, 2 year from now, 3 year from now, at the end of 3 years എനിക്ക് എത്ര രൂപ കിട്ടും, ഫ്യൂച്ചർ റേറ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ. നെക്സ്റ്റ് പാർട്ട് ഇസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് ആണ്. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. 3 years from now I'll be getting 130 rupees. അതിൻ്റെ ഇന്നത്തെ വില എത്രയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ പ്രൈസ് എത്രയാണ്, അല്ലെങ്കിൽ ഇന്ന് എത്രയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് ഡിസ്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. യു ആർ കമ്പ്യൂട്ടിങ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഭാവിയിൽ കിട്ടുന്ന ക്യാഷ് ഫ്ലോ, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ഭാവിയിൽ ക്യാഷ് ഫ്ലോ. നൗ ഐ വോണ്ട് യു ടു ഫോക്കസ് ഓൺ ദിസ് ടേം, ക്യാഷ് ഫ്ലോ. നൗ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യു അണ്ടർസ്റ്റാൻഡ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ക്യാഷ് വരുന്നത്, ആ ഫ്ലോ ഒഴുകുന്നതാണ്. നൗ ക്യാഷ് ഒന്നെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒഴുകാം, ദാറ്റ് ഇസ് ക്യാഷ് ഇൻഫ്ലോ, ആൻഡ് ദെൻ ദർ ഇസ് ക്യാഷ് ഔട്ട്ഫ്ലോ, നമ്മുടെ അടുത്ത് നിന്ന് ക്യാഷ് പുറത്തു പോകുന്നതാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് അവരുടെ സെയിൽസ് ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്ലിയർ. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് അത് വേറൊരു ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്ലിയർ. ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് അവരൊരു മെഷീൻ മേടിക്കാനായിട്ട് കുറച്ച് പൈസ ചിലവാക്കി. ഓക്കെ, ദേ ബോട്ട് എ മെഷീൻ, ചിലപ്പോൾ ഒരു ഫോണായിരിക്കാം, ഒരു ഫോട്ടോ കോപ്പി മെഷീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് ഒരു മേജർ ഒരു എക്വിപ്മെൻ്റ് ആയിരിക്കാം, ഒരു ബിൽഡിംഗ് ആയിരിക്കാം. അപ്പോൾ ബിൽഡിംഗ് അവർ മേടിക്കുമ്പോൾ അവരുടെ ബിസിനസ്സിൽ നിന്ന് പൈസ പോവുകയാണ് പുറത്തേക്ക്. ദാറ്റ് ഇസ് ക്യാഷ് ഔട്ട്ഫ്ലോ. സോ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. ഓക്കെ, 2 തരത്തിലുള്ള ഫ്ലോസ് ഉണ്ട്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. സോ എല്ലാ വിധത്തിലുള്ള ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതാണ് 2 മേജർ ടെക്നീക്സ് ഇൻ ടേംസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. ഓക്കെ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി കോമ്പൗണ്ടിങ് പാർട്ട്. കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസൻറ്റ് വാല്യൂ നമ്മൾ എൻ്റെ കയ്യിൽ ഇത്രയും രൂപയുണ്ട്, ഫ്യൂച്ചറിൽ എത്ര കിട്ടും, ഫ്യൂച്ചർ വാല്യൂ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്നൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു ടെക്നീക്കാണ് നമ്മുടെ കോമ്പൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്.
നൗ കോമ്പൗണ്ടിങ് മെത്തേഡിൽ പല ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഉണ്ട്, അങ്ങനെ പല ടെക്നീക്സ് ഉണ്ട്. വിൽ ഗോ ത്രൂ ഈച്ച് ഓഫ് ദീസ് വിത്ത് ആൻ എക്സാമ്പിൾ. ആദ്യത്തേത് സിംഗിൾ ക്യാഷ് ഫ്ലോ. അതായത് ഇന്നൊരു സാധാരണ എഫ് ഡിയിൽ കാണിക്കുന്നത് ഈ സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്. ഞാനൊരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. ഓക്കെ, ഒരു 5 വർഷം കഴിഞ്ഞ് എനിക്ക് എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് എമൗണ്ട് കിട്ടും. അവിടെ ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്. ഒറ്റ തവണ ഞാൻ പൈസ അടയ്ക്കുന്നുള്ളൂ. സിംഗിൾ ക്യാഷ് ഫ്ലോ. ഓക്കെ, സിംഗിൾ ക്യാഷ് ഫ്ലോ, ഒരു വട്ടേ ഞാൻ പൈസ ഇടുന്നുള്ളൂ. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് കോമ്പൗണ്ടിങ് സീരീസ് ഓഫ് അൺഈക്വൽ ക്യാഷ് ഫ്ലോ. ഇവിടെ അൺഈക്വൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വേണമെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് പറയാം. SIP അല്ല, ഒരു മ്യൂച്വൽ ഫണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ടുണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിൽ ഇമാജിൻ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഐ ഹവ് ഇൻവെസ്റ്റഡ് 1,00,000 rupees. സെക്കൻഡ് ഇയറിൽ എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ചധികം ക്യാഷ് വന്നു. അപ്പോൾ സോ ഐ ഇൻവെസ്റ്റഡ് 1,50,000. തേർഡ് ഇയറിൽ മേ ബി ഐ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റഡ്, ഐ ഡidn't have that much of money, so I invested 50,000. ഫോർത്ത് ഇയറിൽ ഒരു 75,000 ഇട്ടു. ഫിഫ്ത്ത് ഇയറിൽ ഒരു 80,000 ഇട്ടു. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് സിക്സ്ത് ഇയർ ഒരു എമൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാണ്. വാട്ട് ഈസ് അതാണ് അൺഈക്വൽ ക്യാഷ് ഫ്ലോ. എല്ലാ കൊല്ലവും ഡിഫറെൻറ്റ് എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് അൺഈക്വൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് ഈക്വൽ ക്യാഷ് ഫ്ലോ. ഈക്വൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലം ഇപ്പോൾ അല്ലെങ്കിൽ എല്ലാ മാസവും ഒരേ എമൗണ്ട് തന്നെ ഒരേ ടൈപ്പ് ഓഫ് എമൗണ്ട്. എക്സാമ്പിൾ നിങ്ങളുടെ SIPs, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, മ്യൂച്വൽ ഫണ്ട്സിൽ, ഓക്കെ, അല്ലെങ്കിൽ RDയിലെ എമൗണ്ട് എല്ലാ മാസം ഇത്രയും എമൗണ്ട് വെച്ചിട്ട് 1,000 രൂപ 10,000 രൂപ വെച്ചിട്ട് അക്കൗണ്ടിൽ നിന്ന് എടുത്തു പോകാനായിട്ട്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ? ദാറ്റ് ഈസ് ആനുവിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ്. അങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസിനെ വിളിക്കുന്ന പേരാണ് ആനുവിറ്റി. ക്ലിയർ? സോ ഈ 3 ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ കോമ്പൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് സിംഗിൾ ക്യാഷ് ഫ്ലോ മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമുലയാണ് കോമ്പൗണ്ടിങ്ങിന്. സോ സിംഗിൾ ക്യാഷ് ഫ്ലോ A is equal to P plus 1 plus R raised to N. It's a very simple formula. ഈ ഒരു ഫോർമുലയിൽ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് തെറ്റുകൾ വരാൻ ചാൻസ് കുറവാണ്. കാരണം ഇറ്റ്സ് വെരി സിമ്പിൾ. പ്രത്യേകിച്ച് ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഓക്കെ, വിൽ ലുക്ക് അറ്റ് വാട്ട് ഈച്ച് ഓഫ് ദീസ് തിങ്സ് ആർ. ഇവിടെ A എന്ന് പറയുന്നത് ദിസ് എമൗണ്ട് ഇസ് ദി എമൗണ്ട് ദാറ്റ് യു ഗെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. അതായത് ഞാനൊരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 10% പലിശ, ഒരു വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്ത്. എൻഡ് ഓഫ് 1 year ഹൗ മച്ച് ഐ വിൽ ഗെറ്റ്. ഓക്കെ, ആ ഹൗ മച്ച് ഐ വിൽ ഗെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 1 year ഉള്ളതാണ് A. P എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, പ്രിൻസിപ്പൽ. ഓക്കെ, ദെൻ R ഇസ് ദി റേറ്റ് അറ്റ് വിച്ച് ഐ എം ഇൻവെസ്റ്റിംഗ്. എത്ര ശതമാനം പലിശ അല്ലെങ്കിൽ എത്ര ശതമാനത്തിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദി R. ഓക്കെ, ആൻഡ് N ഇസ് ദി നമ്പർ ഓഫ് ഇയേഴ്സ് റേസ് ടു N. ആ N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഫോർമുല. A is equal to P into 1 plus R raised to N. Clear? Okay, so let's have a look at the problem. ഈ പ്രോബ്ലം വളരെ സിമ്പിളാണ്, വളരെ ഡയറക്റ്റ് ആയിട്ടൊരു പ്രോബ്ലമാണ്. ₹1,000 is invested in a bank for 3 years at 10%. The amount received after 3 years, what is the amount that will be received after 3 years? Repetitive question ആണ്, പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാണ്. 3 years, ₹1,000, 3 years and 10%. Okay, now as you all know, the formula is given already. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. A is equal to P into 1 plus R raised to N. Now A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. We have P. P എത്രയാ? P is equal to 1,000. Okay, then equal to A is equal to 1,000 into 1 plus R എത്രയാ? 10%, 0.1 raised to N. Another way, 1,000 into 1.1 raised to 3. Okay, so that is equal to 1,000 into 1.331. Clear? So that is 1,331 rupees. After 1 year, 1,000 rupees, after 3 years, 1,000 rupees becomes 1,331 at the rate of 10%. Clear? Now this is how we solve the problem. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, do you see this 1 plus R whole raised to ഈ P into എന്നൊരു section I'm putting in a box? This is the
interest factor. Okay, now when you do this, ഇതൊരു നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ വാല്യൂ ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി കോൾ യുവർ ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, 1 + r raised to n. ദിസ് ഇസ് യുവർ ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ. Now ഈ ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ തന്നെ നമുക്ക് ടേബിൾ ഫോമാറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, യൂസിങ് എ ടേബിൾ. Now I'll show you the table. This is നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലാണെങ്കിലും തപ്പിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട് ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ, FVIF എന്നാണ്. ഓക്കെ, നൗ FVIF അതിനകത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള നമുക്ക് 2 കാര്യങ്ങൾ ആവശ്യം. ഒന്ന് R ആവശ്യമുണ്ട്, റേറ്റ് ഓഫ് റിട്ടേൺ. ഒന്ന് N ആവശ്യമുണ്ട്. ഓക്കെ, നൗ R ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഏരിയ ഇസ് യുവർ R. 3%, 2%, 3%, 4%, 5, 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? N എന്ന് പറയുന്നത് യുവർ പീരിയഡ്. ഇതിവിടെ എഴുതിയിട്ടുണ്ട്, പീരിയഡ് താഴേക്കുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ 3 years ആണ്. സോ ടേക്ക് 3 over here. ഓക്കെ, 3. ദെൻ നമുക്ക് എത്ര % പറഞ്ഞിരിക്കുന്നത്? 10%. 10% എന്ന് പറയുമ്പോൾ ഇവിടെ. ലെറ്റ് സീ വേർ ദാറ്റ് കണക്ട്സ്. 3% at 10. What do you see? 1.331. നമ്മൾ നേരത്തെ കണ്ടത് എത്രയായിരുന്നു? 1 + r raised to 3 എന്ന് പറയുന്നത് 1.331 തന്നെയായിരുന്നു. സോ ഇറ്റ്സ് സിമ്പിൾ. P ഇൻറ്റു ഈ പറഞ്ഞിട്ടുള്ള ടേബിൾ വാല്യൂ. ആ 1 + r ഇവിടെ എഴുതാം. 1 + r raised to n. Okay, this is actually your table value. Okay, so this is the method. This is the second method. Second method is ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് മെത്തേഡിൽ ഫോർമുലയിൽ ഡയറക്ട്ലി ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ് ഇസ് യൂസിങ് യുവർ ടേബിൾ മെത്തേഡ്. നൗ ദിസ് തിങ് ഇസ് അവൈലബിൾ ഫോർ ഓൾ. നമ്മൾ 3 രീതിയിൽ ചെയ്യണ്ടല്ലോ: സിംഗിൾ ക്യാഷ് ഫ്ലോ, അൺഈക്വൽ ക്യാഷ് ഫ്ലോ ആൻഡ് യുവർ ഈക്വൽ ക്യാഷ് ഫ്ലോ, ആനുവിറ്റി. All 3 of them can be done using this table value method also. Okay, so both methods are available. ഇന്ന് നമ്മൾ അൺഈക്വൽ ക്യാഷ് ഫ്ലോസ്, അതായത് ഒരു വർഷം ഒരു 1000 rupees, രണ്ടാമത്തെ വർഷം 2000 rupees, മൂന്നാമത്തെ വർഷം വേറെ 1500 ആയിരിക്കാം. സോ ഡിഫറെൻറ്റ് ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ എങ്ങനെ കോമ്പൗണ്ടിങ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. നൗ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫോർമുല ഇല്ല. ഓക്കെ, യുവർ ബേസിക് ഫോർമുല നമ്മുടെ പഴയ ഫോർമുല ഹോപ്പ്ഫുള്ളി ഓൾ ഓഫ് യു റിമെമ്പർ. That is A is equal to P into 1 + R raised to that particular n. ഓക്കെ, അത് തന്നെയാണ് അതിൻ്റെ ബേസ് ഫോർമുല വരുന്നത്. പക്ഷേ യു ഹാവ് ടു ഡു ഇറ്റ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് ഈസ് ബീങ് ഹെൽഡ്. പക്ഷേ ഈ ഒരു ഫോർമുല മെത്തേഡ് വഴി നമ്മൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി കൺഫ്യൂസിങ് ആവും. ഓക്കെ, ബട്ട് റാദർ ദാൻ ദാറ്റ് വിൽ ഗോ ഫോർ എ ടേബിൾ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടാബുലർ മോഡലിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും വളരെ സിമ്പിൾ. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. Rupees 100, 200 and 300 are invested in a bank at the end of each year for 3 years respectively at 9% per annum. What is the amount that is to be received at the end of 3 years? 3 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 100, 200 and 300. Okay, and ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, at the end of each year, that is, I'll tell you why that is important. Okay, at the rate 9% per annum. Now before we get into this, I want you to remember this concept of timeline. Okay, basic ആയിട്ട് നിങ്ങൾ ടൈം ലൈനിനെ കുറിച്ചൊരു കൺസെപ്റ്റ് നിങ്ങൾ തലയിൽ കയറണം. ഓക്കെ, സോ ലെറ്റ്സ് സേ ദിസ് ഇസ് അവർ പ്രസൻറ്റ്. 0 എന്ന് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രസൻറ്റ് ഇപ്പോൾ. ഓക്കെ, ദിസ് ഇസ് അറ്റ് ദി എൻഡ് ഓഫ് 1 year. അപ്പോൾ ഈ ഒരു എൻറ്റയർ ഇയറിന് 1 year നമുക്കറിയാം. ദിസ് ഇസ് അറ്റ് ദി എൻഡ് ഓഫ് 1 year. This is at the end of 2nd year. This is at the end of 3rd year. Okay, now ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഫോളോ ചെയ്തേ. Rupees 100, 200 and 300 are invested in a bank at the end of each year. അപ്പോൾ ഈ ഒരു എൻഡ് ഓഫ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്താണ് 100 rupees ഇൻവെസ്റ്റ് ചെയ്തു. എൻഡ് ഓഫ് സെക്കൻഡ് ഇയറിൽ നമ്മൾ 200 rupees ഇൻവെസ്റ്റ് ചെയ്തു. എൻഡ് ഓഫ് തേർഡ് ഇയറിൽ നമ്മൾ 300 rupees ഇൻവെസ്റ്റ് ചെയ്തു. നൗ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ എത്ര നാൾ ആ പറഞ്ഞ സംഭവം അക്കൗണ്ടിൽ കിടന്നു. ഇപ്പോൾ നമ്മളിതൊരു FD ആണ് അല്ലെങ്കിൽ RD ആണ് ഇട്ടെന്ന് വെച്ചോ, ഈ RDയിൽ 100 രൂപ എത്ര കൊല്ലം കിടന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ,
because remember the formula, A is equal to P into 1 plus R whole raised to N. Clear? അതാണ് ബേസിക് ഫോർമുല നമ്മൾ ഫോളോ ചെയ്യുന്ന ബേസിക് ഫോർമുല. അതിനകത്ത് N ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്, ബിക്കോസ് വി ആർ നോട്ട് ഷുവർ. ഓക്കെ, സോ 100 rupees ഇപ്പോൾ എത്ര കൊല്ലം കടന്നു, കാരണം നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ എത്രയാണ് നമുക്ക് എത്രയാണ് റിസീവ് ചെയ്യണമെന്ന് ചോദിക്കണം. സോ ഈ സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. 100 rupees ഇതൊരു കൊല്ലം, ഇത് രണ്ടാമത്തെ കൊല്ലം. സോ ആക്ച്വലി 100 rupees 2 കൊല്ലം കടന്നു. ക്ലിയർ? ഇനി നമുക്ക് 200 നോക്കാം. 200 എത്ര കൊല്ലം കടന്നു എന്ന്. 200 കിടന്നത് നമുക്ക് കിട്ടിയത്, നമ്മളിട്ടത് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ. അപ്പോൾ ഈ ഒരു കൊല്ലം മാത്രമേ കടന്നിട്ടുള്ളൂ. സോ 200 1 year കിടന്നു. 300 ഇട്ട വശം തന്നെ നമ്മൾ തിരിച്ചെടുക്കുകയാണ്, ബിക്കോസ് 300 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് 3 year ആണ്. അപ്പം തന്നെ നമ്മൾ തിരിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. സോ 300 ലിറ്ററലി ഒരു ടൈമും കിടന്നിട്ടില്ല എന്നുള്ളതാണ്. ക്ലിയർ? സോ 3 amounts ആൻഡ് ദിസ് ഇസ് ഹൗ ലോങ് ദീസ് ആർ ദി എൻസ്. ഓക്കെ, 3 സെപ്പറേറ്റ് എന്നുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോർമുല ഇത്തിരി കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ കേസിൽ ഹൗ യു ഷുഡ് ബി ഡൂയിങ് ഇറ്റ് ഇസ്, P100 ആണെങ്കിൽ 1 plus R എന്ന് പറയുന്നത് 0.09 into raised to N, 2 കൊല്ലം കടന്നു. ഓക്കെ, അതിൻ്റെ ഒപ്പം ആഡ് 200 into P, ഇവിടെ സെക്കൻഡ് P2 എന്ന് പറയുന്നത് 200 ആണ്, into 1 plus R 0.09 whole raised to 1. ഓക്കെ, ഇവിടെ വേറെ ചേഞ്ച് ഇല്ല. ഓക്കെ, ഇവിടെ നമ്മൾ കിടക്കുന്നില്ലല്ലോ. സോ ഇറ്റ് ഇസ് 300 itself. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ബട്ട് സിൻസ് ദിസ് ഇസ് കൺഫ്യൂസിങ്, ഐ എം കംപ്ലീറ്റ്ലി ഇഗ്നോറിങ് ദിസ്. നമുക്ക് ഈ മെത്തേഡ് വേണ്ട. ഓക്കെ, അതിനേക്കാളും സിംപിളർ ആയിട്ടുള്ള മെത്തേഡാണ് ടേബിൾ മെത്തേഡ് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വായിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ? ഇതിനകത്ത് മെജോറിറ്റി പ്രോബ്ലം വരുന്നത് ഈ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ഈച്ച് ഇയർ ആയിരിക്കും. വളരെ ചുരുക്കം ചില പ്രോബ്ലംസാണ് ഈ ബിഗിനിങ്. ആൻഡ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് അങ്ങനെ ബിഗിനിങ്ങിന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ആസ് ഐ വാസ് സെയിങ്, നമ്മൾ ഇനി ടാബുലർ മോഡലിലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള 2 ഡേറ്റ, ഒന്ന് ഇയറും ഒന്ന് എമൗണ്ടും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇയേഴ്സ് കോമ്പൗണ്ടഡ്. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു എങ്ങനെയാണെന്നുള്ളത്. 100 rupees സിൻസ് ഇറ്റ് ഇസ് ബീങ് ഇൻവെസ്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ, അത് കിടക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൽ കിടക്കുന്നത് 2 കൊല്ലമാണ്. ഓക്കെ, സോ 2, ദെൻ 200 ആണെങ്കിൽ 1 കൊല്ലം കിടക്കുന്നുണ്ട്. 300 നമ്മൾ കിടക്കാൻ സമ്മതിക്കുന്നില്ല, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ എത്ര കിട്ടണമെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, സോ 0. ഓക്കെ, സോ റിമെമ്പർ ദ ഓൾഡ് ടേബിൾ, ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന എന്നുകൾ ഏതൊക്കെയാണ്? 2 and 1. ഓക്കെ, 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്. ഓക്കെ, 0 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇറ്റ് ഇസ് 1 itself. ഓക്കെ, ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1. 2 നമുക്കൊന്ന് നോക്കാം. 2 വരുന്നത് എത്രയാണ്? 1.188. 1 ആണെങ്കിലോ 1.090. ആ കൺസേൺഡ് വാല്യൂസ് നമുക്ക് ഈ 3 കൺസേൺഡ് വാല്യൂസ് അതിലേക്ക് എടുത്തെഴുതാം. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചത്. യെസ്, അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ അറ്റ് 9%, 1.188, 1.090 ആൻഡ് 1 റെസ്പെക്റ്റീവ് ഫ്യൂച്ചർ വാല്യൂ ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. Now ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. amount into the future value factors. 100 into 1.188, 200 into 1.090, 218, 300 into 1, 300. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 636.8. സോ ഈ 3 എമൗണ്ടുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അൺഈക്വൽ ആയിട്ടുള്ള എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് 3 years നമുക്ക് കിട്ടുന്ന എമൗണ്ട് 636.8.
ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് മനസ്സിലാവുന്നു. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു എൻ, ഇത് സെയിം പ്രിൻസിപ്പിളാണ്. ഓക്കെ, ഇത് പി, ഇത് എൻ. ഓക്കെ, ആർ അതിൻ്റെ ഫാക്ടർ വരുന്നത് ആ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു എൻ വരുന്നത് ഇതാണ്. സോ 100 ഇൻറ്റു ദിസ് വിൽ ഗിവ് യു ദി വാല്യൂ ഓഫ് എ. ഈ എസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 636.8. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് ഈക്വൽ ക്യാഷ് ഫ്ലോ, അതായത് ആനുവിറ്റി കൊണ്ടുള്ള മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാൻ പോണത്. ആനുവിറ്റി മെത്തേഡ് നമുക്ക് കഴിഞ്ഞ വട്ടം ചെയ്ത പോലത്തെ, അതായത് അൺഈക്വൽ ക്യാഷ് ഫ്ലോ യൂസ് ചെയ്ത മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോർമുല കൊണ്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും എളുപ്പം മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ടേബിൾ ഒരു ആനുവിറ്റിക്ക് ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്. ഐ ടോക്ക് ടു യു അബൌട്ട് ദി ഫോർമുല ഫസ്റ്റ്. നമ്മൾ ഈ ഫോർമുല ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോർമുല ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു ആനുവിറ്റി ഇൻറ്റു 1 പ്ലസ് ആർ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ ആനുവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ദ എമൗണ്ട് ദാറ്റ് ഇസ് റിപ്പീറ്റിംഗ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ LIC എമൗണ്ടുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ ഇയർലി ഒരു 1000 റുപ്പീസ്, അല്ലെങ്കിൽ ഇയർലി 5000 റുപ്പീസ്, അല്ലെങ്കിൽ 10,000 റുപ്പീസ്, അല്ലെങ്കിൽ 1 lakh എന്നൊക്കെ പറയില്ലേ, ആ റിപ്പീറ്റിംഗ് എമൗണ്ട് തന്നെയാണ് നമ്മൾ ആനുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ കൊല്ലവും നമ്മൾ 1,00,000 രൂപ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ 1,00,000 രൂപയാണ് ആനുവിറ്റി. We are investing for 5 years. What is the returns we get at the end of 5 years? എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 lakh rupees that we are investing every day is the annuity. Clear? Now formula വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്, and you can simply apply it there. Okay, let's take a question. Rupees 100 is invested in a bank at the end of each year for 3 years at 9%. What is the amount that is to be received at the end of third year? മൂന്നാമത്തെ നേരത്തെ പറഞ്ഞ പ്രോബ്ലം തന്നെ, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് 100, 200 and 300 വി ആർ ജസ്റ്റ് 100, 100, 100 അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫോർമുല. Okay, so let's look at this problem. Rupees 100 is invested in a bank at the end of each year for 3 years at 9% per annum. What is the amount to be received at the end of 3 years? Okay, fairly direct ആണ്. നേരത്തെ പറഞ്ഞ ഫോർമുല ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. FV is equal to A into 1 plus R whole raised to N minus 1 divided by R. Okay, let's apply the formula. 100 into 1 plus 0.09 raised to N minus 1 whole divided by 0.09. Let's do that. Okay, അപ്പോൾ ആദ്യം ഈ ഒരു സെക്ഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്തിട്ട് എന്നിട്ട് ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് 1.09 raised to 3 minus 1 whole divided by 0.09. Don't forget the into 100. നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദിസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.295 minus 1 whole divided by 0.09 into 100. That is equal to 0.295 divided by 0.09 into 100. That is equal to 3.278 എന്ന് വേണമെങ്കിൽ ആക്കാം. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 3.278 into 100. That is equal to 327.8. Okay, so this is the answer using that formula. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് സംഭവം കിട്ടി സ്മൂത്തായിട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫോർമുല വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ടേബിൾ വെച്ചിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സെയിം പ്രൊസീജിയർ, ഇയർ, amount. Now if you remember correctly, if you remember the time concept, അതായത് ടൈം ലൈൻ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ 0, this is our present, end of 1 year, end of 2 year, end of 3 year. If you remember that correctly, ഫസ്റ്റ് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് ഫസ്റ്റ് ഇയറിലാണ്, സെക്കൻഡ് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് സെക്കൻഡ് ഇയറിൽ, ആൻഡ് തേർഡ് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ. ആൻഡ് ഇവിടെ എന്താണ് അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ നമുക്ക് എത്ര കിട്ടി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 100 എത്ര കൊല്ലം കിടക്കുന്നുണ്ട്? 1, 2.
സെക്കൻഡ് 100 ഒരു കൊല്ലം, തേർഡ് 100 കിടക്കുന്നേ ഇല്ല. ഓക്കെ, സോ നമ്മൾ നേരത്തെ പോലെ ചെയ്ത പോലെ ഇയേഴ്സ് കോമ്പൗണ്ടഡ്, ഒരു മാറ്റവുമില്ല. ഫസ്റ്റ് 100 കിടക്കുന്നത് 2 കൊല്ലം, സെക്കൻഡ് 100 കിടക്കുന്ന 1 കൊല്ലം, തേർഡ് 100 കിടക്കുന്നേ ഇല്ല. നമ്മുടെ പഴയ ടേബിൾ വാല്യൂ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഫോർ 2 years, ഫോർ 1 year, ഫോർ ഒരു കൊല്ലം കിടക്കാത്തതിന് ഇറ്റ് ഈസ് 0 years. ഓക്കെ, റിമെമ്പർ കൺസേൺഡ് വാല്യൂ 100 into 1.188, ഈ പറഞ്ഞിട്ടുള്ള 100 into 1.090, 100 into 1, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 327.8. ക്ലിയർ? സോ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 327.8 തന്നെ കിട്ടി. നൗ തേർഡ് ആൻഡ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഇസ് യുവർ ടേബിൾ. കാരണം ഈ ആനുവിറ്റിക്ക് തന്നെ ഒരു സെപ്പറേറ്റ് ടേബിൾ ഉണ്ട്. ഓക്കെ, ആ സെപ്പറേറ്റ് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും. ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ് ടേബിൾ. ദിസ് ഇസ് ദി ടേബിൾ. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ഫോർ ആനുവിറ്റി, FVIFA. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് ഫോമിൽ എഴുതിയിട്ടുണ്ട്. സോ യു വോണ്ട് ബി കൺഫ്യൂസ്ഡ്. നൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ടെക്സ്റ്റ് ടു ടെക്സ്റ്റ്. നമ്മുടെ ഈ കേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. എന്താണ്? 100 rupees is invested for 3 years. At the end of third year, what is the amount that you get? ഇവിടെ നേരത്തെ നോക്കിയ പോലെ. ബട്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയറിന് സെപ്പറേറ്റ് കാണണ്ട, സെക്കൻഡ് ഇയറിന് സെപ്പറേറ്റ് കാണണ്ട, തേർഡ് ഇയറിന് സെപ്പറേറ്റ് കാണണ്ട. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോർമുല ദാറ്റ് ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു annuity into FVIFA. Very simple formula. Okay, so let's look at third year. Okay, 3, number of years 3. Let's look at the percent. Yes, 9%. Okay, എത്ര കിട്ടുന്നത്? annuity amount എത്രയാ? A is equal to 100 rupees into ഇതിനകത്ത് വാല്യൂ 3.278. എത്ര വരുന്നത്? 327.8. ക്ലിയർ? സോ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടി ഇഫ് യു ആർ ഇൻ കേസ് ഓഫ് ആനുവിറ്റി. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ആനുവിറ്റി യു ഹാവ് എ സെപ്പറേറ്റ് ടേബിൾ വിച്ച് ഗിവ്സ് യു ദി ഈസിയസ്റ്റ് ആൻസർ. ക്ലിയർ? ഏറ്റവും ഷോർട്ട് മെത്തേഡ് ആനുവിറ്റി ടേബിൾ നോക്കി ഡയറക്റ്റ്ലി വാല്യൂ പറയുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ആസ് യു നോ, ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കിട്ടുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കീപ്പിംഗ് ഇൻ മൈൻഡ് ഡിസ്കൗണ്ട് ഫാക്ടർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഫാക്ടർ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്തായിരിക്കും, നമ്മൾ അവിടെ ചെയ്യുന്നൊരു ഡിസ്കൗണ്ട് ഫാക്ടർ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അസ്യൂമിങ് എ 10% ഡിസ്കൗണ്ട് ഫാക്ടർ അല്ലെങ്കിൽ 20% ഡിസ്കൗണ്ട് ഫാക്ടർ. ഈ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇത്രയും രൂപ ആണ് നമ്മൾ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ കോമ്പൗണ്ടിങ് പറഞ്ഞ സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ 1 കൊല്ലം ഇട്ടു അല്ലെങ്കിൽ 2 കൊല്ലം ഇട്ടു അറ്റ് ദ റേറ്റ് ഓഫ് 10%. ഓക്കെ, വി ആർ അസ്യൂമിങ്, ഒന്നെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാം അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് തരുന്നത് 10% ആണ്. ഓക്കെ, സോ സിൻസ് ഐദർ വി ആർ അസ്യൂമിങ് ഓർ വി ആർ ഗിവൻ ദാറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, അതേപോലെ തന്നെയാണ് ഡിസ്കൗണ്ടിങ്ങിലും വി ആർ അസ്യൂമിങ് ദാറ്റ് ദി എമൗണ്ട് ഹാസ് ഗ്രോൺ ഫോർ 10% അല്ലെങ്കിൽ 15% അല്ലെങ്കിൽ 9% എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, നൗ ഡിസ്കൗണ്ടിങ്ങിൽ സംഭവിക്കുന്നത് എന്താണ്? ഫ്യൂച്ചറിലൊരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ പ്രസൻറ്റ് വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാണ്. നൗ കോമ്പൗണ്ടിങ്ങിലുള്ള പോലെ തന്നെ ഇവിടെ നമ്മൾ 3 രീതിയിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോസ് ഉണ്ടാവുക. ഒന്ന് സിംഗിൾ ക്യാഷ് ഫ്ലോ, രണ്ടാമത്തത് അൺഈക്വൽ ക്യാഷ് ഫ്ലോ, മൂന്നാമത്തത് ആനുവിറ്റി. സെയിം ക്യാഷ് ഫ്ലോസ് ആർ അവൈലബിൾ ഫോർ ഡിസ്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സിംഗിൾ ക്യാഷ് ഫ്ലോ ഒന്ന് നോക്കാം. സിംഗിൾ ക്യാഷ് ഫ്ലോൻ്റെ ഇഫ് യു റിമെമ്പർ ദിസ് ഫോർമുല, ദിസ് ഇസ് മെന്റ് ഫോർ കോമ്പൗണ്ടിങ്, ദിസ് ഇസ് നോട്ട് ഫോർ ദ ഡിസ്കൗണ്ടിങ് ഫോർമുല. പക്ഷേ ഇതിൽ നിന്നാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് കണ്ടുപിടിക്കുന്നത്. നൗ ഇഫ് യു റിമെമ്പർ കെയർഫുള്ളി, ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 plus r raised to n, where this is the interest factor. ഓക്കെ, ഈ ഒരു ഞാൻ സ്ക്വയറിൽ വരയ്ക്കുന്നതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, ഇൻട്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, നൗ ഈ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചുകൂടെ? പ്രസൻറ്റ് വാല്യൂ ആണ് നമുക്ക് ആവശ്യം. പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus r raised to n. Clear? This is your formula for discounting. Okay, present value കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്.
ഫ്യൂച്ചറിൽ കിട്ടുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ റേസ് ടു എൻ. നൗ ഇപ്പോൾ ഈ എഴുതിയതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പി വി ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1 ബൈ 1 പ്ലസ് ആർ റേസ് ടു എൻ. ക്ലിയർ? അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് എഴുതാവുന്ന ഒരു പേരുണ്ട്. ദിസ് ഈസ് യുവർ പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, ഇതിനെയാണ് ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. When you do it as 1 by 1 plus r raised to n, it is your present value. If you remember in the previous class, ഈ പറഞ്ഞിട്ടുള്ള 1 plus r നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള 1 plus r ഉണ്ടല്ലോ, ദിസ് ഇസ് ദി ഇൻട്രസ്റ്റ് ഫാക്ടർ. പക്ഷേ ഇതെന്തായിരുന്നു? ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ആയിരുന്നു. വെൻ യു ഡിവൈഡഡ് ബൈ 1 by 1 plus r raised to n ആകുമ്പോൾ ദാറ്റ് ബിക്കംസ് യുവർ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. ക്ലിയർ? സോ ദിസ് ഇസ് about the single cash flow. ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോൻ്റെ ഒരു ഫോർമുലയാണത്. Now let's do a simple problem. If rupees 1000 is received after 2 years, assuming a discount rate of 10%, what is the present value? Simple ആയിട്ടൊരു പ്രോബ്ലം. നമുക്ക് 1000 രൂപ 2 കൊല്ലം കഴിഞ്ഞ് കിട്ടും. Assuming a 10% discount rate, what is a present value? Clear? Now ഇതും രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഡയറക്റ്റ്ലി ആ ഫോർമുല വഴി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടേബിൾ വാല്യൂ വഴി നമുക്ക് നോക്കി ചെയ്യാം. ഇവിടെയും നമുക്ക് രണ്ട് തരത്തിലുള്ള ടേബിൾ വാല്യൂ ഉണ്ട്. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ഉണ്ട്. രണ്ടാമത്തെ ടേബിൾ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ ഉണ്ട് ഫോർ ആനുവിറ്റി ഫിഗേഴ്സ്. ഓക്കെ, ഇത് നമുക്ക് തൽക്കാലം നോക്കാം. ഫോർമുല എന്തായിരുന്നു? പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus r raised to n. So let's put that into numbers. 1000 divided by 1 plus 0.1 raised to 2. Okay, that is equal to 1000 divided by 1.1 raised to 2. That is equal to, that is equal to 1000 divided by 1.21. That is equal to 826.44. So simply put it, if we deposit അല്ലെങ്കിൽ if we invest 826.44 rupees today at 10%, 2 years from now we will get 1000 rupees. Clear? Now as I've told you, the other way of doing it is very simple. ഒരു ടേബിൾ മെത്തേഡ് വഴി നമുക്ക് ചെയ്യാനാണെങ്കിൽ, this is the present value. Look at the title, present value interest factor. Okay, now present value interest factorൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ്, നിങ്ങൾക്ക് അറിയാവുന്ന ടേബിൾ മെത്തേഡ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. 2 year number of years 2, ഇതിലൂടെ അങ്ങനെ പോവുക. ലുക്ക് അറ്റ് സ്റ്റോപ്പ് അറ്റ് 10%. യെസ്, 10% അവിടെ നിർത്തുക. 10% കാണുന്നത് എന്താ? 0.826. Okay, so 0.826 is the value that we got. Now what is the formula? Present value is equal to future value into PVIF. Okay, that is 1000 into 0.826. That is equal to 826. Okay, so that is your answer. Look at the answer, same, 826.44. Clear? So this is about discounting in single cash flow, under single cash flow. Okay, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് unequal cash flows നെ കുറിച്ചാണ്. So as the name suggests, I hope you remember what unequal cash flow is. It simply means different cash flows for the different periods. അതായത് ഈ വർഷം 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ, അടുത്ത കൊല്ലം ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ് എമൗണ്ട്, സേ 2000, പിന്നെ 3000 അല്ലെങ്കിൽ 5000, അങ്ങനെ ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഫോർ എവറി ഇയർ. ഓക്കെ, അപ്പോൾ ഈ അൺഈക്വൽ ക്യാഷ് ഫ്ലോ വരുന്ന സമയത്ത് നമ്മുടെ കഴിഞ്ഞ വട്ടം കോമ്പൗണ്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ ടേബിൾ വാല്യൂ വെച്ചിട്ടുള്ളതാണ് മെത്തേഡ് വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് എ പ്രോബ്ലം. ഇഫ് rupees 100
200 and 300 will be received at the end of first, second and third years respectively. Assuming 10% interest, what is the present value? Okay, so fairly direct ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Now let's look at this. അതൊരു ടേബിൾ ഫോമിലാക്കാം. Year 1, 2, 3 and the amounts 100, 200 and 300. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തൊട്ടാണ് അങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. Now compounding ചെയ്യുന്ന സമയത്ത് there is a slight difference between compounding and discounting methods when you look at the table. Compounding ചെയ്യുന്ന സമയത്ത് we have to focus on how long the amount has been compounded. ഇവിടെ നമ്മൾ ഈ ഡിസ്കൗണ്ടിങ്ങിൽ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇയേഴ്സ് കോമ്പൗണ്ടഡ് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഈ കേസിൽ അത് വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന എമൗണ്ട് ഇപ്പോൾ 100 rupees 100 ആണെങ്കിലും 200 ആണെങ്കിലും ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഗെറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിൽ കിട്ടുന്നതാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ കിട്ടുന്ന എമൗണ്ടാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മളതിനെ പ്രസൻറ്റ് വാല്യൂ ആക്കാൻ പോവുകയാണ്. സോ അവിടെ കോമ്പൗണ്ടിങ് നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ടഡ് എന്നൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി നമ്മൾ ടേബിളിൽ നോക്കിയിട്ട് എത്രയാണോ ഇയേഴ്സ്, ഇപ്പോൾ 100 rupees നമുക്ക് കിട്ടിയത് അറ്റ് ദ എൻഡ് ഓഫ് 1 year, അപ്പോൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ നോക്കണം. ഓക്കെ, സോ വെൻ യു ലുക്ക് അറ്റ് ദ ടേബിൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് 0.909, 2 yearsനാണെങ്കിൽ 10% വരുന്നത് 0.826, 3 yearsനാണെങ്കിൽ 0.751. ഓക്കെ, ഇനി നമുക്കറിയാം ദിസ് ടേബിൾ ഇൻറ്റു ദിസ് ടേബിൾ 100 into 0.909, 90.9, 200 into 0.826, 165.2, 300 into 0.751, 225.3. That is equal to 481.4. This is the present value. And another way of interpreting this is, if you have 481.4 rupees right now, that is equal to getting 100 rupees at the end of first year, 200 rupees at the end of second year, and 300 rupees at the end of third year. Okay, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 10% 1 year, 2 year and 3 year കഴിഞ്ഞ ഇതിൽ നമ്മൾ നോക്കിയത് 0.909, 0.826 and 0.751. ക്ലിയർ? നമ്മൾ വേറെ എന്താ പറയുക നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ടഡോ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സിംപ്ലി ബിക്കോസ് ആ ടേബിൾ വാല്യൂന്ന് ഓരോന്നോരോന്ന് നമ്മൾ എടുക്കുക. മാത്രമല്ല ഇത് ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ടാണ്, ഓൾറെഡിയാണ് ഫ്യൂച്ചറിൽ കിട്ടുന്നതാണ്. സോ ആ ഫ്യൂച്ചറിൽ കിട്ടുന്നത് 1 year ബാക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ ടേബിൾ നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ടേബിൾ യൂസിങ് ദാറ്റ് മെത്തേഡ്. ഓക്കെ, അതായത് ഇപ്പോൾ അസ്യൂമിങ് എ പെർസെൻറ്റേജ് ഓഫ് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അസ്യൂമിങ് എ പെർസെൻറ്റേജ് ഓഫ് 7% ഡിസ്കൗണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ 1 രൂപ ഉണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ പ്രസൻ്റ് ആണ്. ഇന്ന് അതിൻ്റെ വാല്യൂ 1 രൂപയാണ്. 1 വർഷം കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 0.935. 2 വർഷം കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 0.879. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ഡിസ്കൗണ്ട് ടേബിളിനെ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ സോ ദാറ്റ് ഈസ് അബൌട്ട് യുവർ ഡിസ്കൗണ്ടിങ് യൂസിങ് അൺഈക്വൽ ക്യാഷ് ഫ്ലോസ്. ആനുവിറ്റീനെ കുറിച്ചാണ്, ഡിസ്കൗണ്ടിങ് യൂസിങ് ആനുവിറ്റി, സീരീസ് ഓഫ് ഈക്വൽ ക്യാഷ് ഫ്ലോസ്. ഓക്കെ, കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കൗണ്ടിങ് ഇൻ സിംഗിൾ ക്യാഷ് ഫ്ലോ നോക്കി, ഡിസ്കൗണ്ടിങ് ഇൻ അൺഈക്വൽ ക്യാഷ് ഫ്ലോ നോക്കി. ഇനി നമുക്ക് ആനുവിറ്റീനെ കുറിച്ച് നോക്കാം. ആസ് യു നോ, ആനുവിറ്റി എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നമുക്ക് സെയിം എമൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഇയർ 1000, സെക്കൻഡ് ഇയർ 1000, തേർഡ് ഇയർ 1000, ഫോർത്ത് ഇയർ 1000, അങ്ങനെ എല്ലാ കൊല്ലവും സെയിം എമൗണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു, അല്ലെങ്കിൽ സെയിം എമൗണ്ട് നമ്മൾ പേ ചെയ്യണതിനെയാണ് നമ്മൾ ആനുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ആനുവിറ്റി നമ്മുടെ കോമ്പൗണ്ടിങ് ചെയ്ത പോലെ തന്നെ നമുക്ക് ടേബിൾ വാല്യൂ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണാം, ഒരു സിംഗുലർ ഫോർമുലയിൽ നമുക്ക് ചെയ്യാം, ആൻഡ് ആനുവിറ്റി ടേബിളിൽ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. നമുക്ക് 3 മെത്തേഡ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബട്ട് ബിഫോർ ദാറ്റ് ഫോർമുല ദാറ്റ് യു നീഡ് ടു ലേൺ ഈസ് കമ്പയർഡ് ടു യുവർ കോമ്പൗണ്ടിങ്, ദിസ് മൈറ്റ് സീം എ ലിറ്റിൽ എന്താ പറയുക, കാണുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ഇക്വേഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൾട്ട്. ഓക്കെ, സോ പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു annuity amount into 1 minus
1 by 1 plus r raised to n whole divided by r. ഓക്കെ, കാണുമ്പോൾ അത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ട് പാർട്ട് ആനുവിറ്റി ഇൻറ്റു 1 മൈനസ് 1 by 1 plus r raised to n whole divided by r. Now this is a very simple formula. ഓക്കെ, കാണുമ്പോൾ ഒരു ചെറിയൊരു ഭീകരത ഉണ്ടെന്നുള്ളൂ, പക്ഷേ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു ഫോർമുല. നമ്മളത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, so let's do a problem. Rupees 100 is received at the end of each year for the next 3 years. Assuming a 10% rate of discount, calculate the present value. ആദ്യം തന്നെ നമുക്ക് ഫോർമുല മെത്തേഡ് വെച്ച് ചെയ്യാം. ഹോപ്പ് യു റിമെമ്പർ ദ ഫോർമുല. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ആനുവിറ്റി എമൗണ്ട് എത്രയാണ്? റുപ്പീസ് 100. ഓക്കെ, റുപ്പീസ് 100 നമുക്ക് എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ട് ഇൻറ്റു 1 മൈനസ് 1 by 1 plus 0.1 raised to 3 whole divided by 0.1. Okay, ഇത് നമ്മൾ ചെയ്യാം. That is equal to 100 into 1 minus 1 minus 1 by 1.1 raised to 3 whole divided by 0.1. Okay, now ഈ ഒരു സെക്ഷൻ, ദാറ്റ് ഈസ് ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഹോപ്പ് യു റിമെമ്പർ. ഓക്കെ, ദിസ് ഈസ് യുവർ പ്രസൻറ്റ് വാല്യൂ, ആനുവിറ്റി, ഇൻട്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ഗെറ്റിംഗ് ഇസ് റുപ്പീസ് 100 ഇൻറ്റു 2.486. that is equal to 248.6. okay, this is the answer that we got using the formula. നമുക്ക് ഇതിലേക്ക് ഒന്ന് ടേബിൾ വാല്യൂ ഫോമാറ്റിലൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇയർ എമൗണ്ട് നമ്മളിട്ടു, ടേബിൾ വാല്യൂസ് നമ്മൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 0.9, 0.826, 0.751. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 90.9, 82.6, 75.1. സോ 248.6. ക്ലിയർ? സോ നമ്മൾ ഫോർമുല വെച്ച് ഡയറക്റ്റ്ലി ചെയ്താലും ടേബിൾ വാല്യൂ വെച്ച് ഡയറക്റ്റ് നമ്മൾ പ്രസൻറ്റ് വാല്യൂസ് ഓരോന്ന് എടുത്ത് ചെയ്താലും സെയിം തന്നെയാണ് കിട്ടണേ. നൗ ലാസ്റ്റ് മെത്തേഡ് നിങ്ങൾക്കറിയാം, ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ആനുവിറ്റി ഇൻറ്റു PVIFA. PVAIF അല്ലെങ്കിൽ IFA എന്നൊക്കെ പറഞ്ഞത് പല പല ടെക്സ്റ്റിൽ പലതുപോലെയാണ്. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ഫോർ ആനുവിറ്റി എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. സെയിം തിങ്, ആ ആനുവിറ്റി വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴാണ് PVIAFും PVFIA എന്നും അങ്ങനെ പറഞ്ഞിട്ട് പല ടെക്സ്റ്റിലും പലതുപോലെ വരുന്നത്. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ബി ടു ബോതേഡ് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആനുവിറ്റി എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റുപ്പീസ് 100 ഇൻറ്റു നമുക്കറിയാം 3 years. ഇത് ആനുവിറ്റി ടേബിളാണ്, അപ്പോൾ ഒറ്റ സിംഗിൾ വാല്യൂ നോക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ലുക്ക് ഫോർ ദാറ്റ് 3 years വാല്യൂ, 10%. 3 years വാല്യൂ നോക്കുകയാണെങ്കിൽ 2.487 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 248.7. ഓക്കെ, സ്ലൈറ്റ് ഒരു വേരിയേഷൻ വരുന്നു. നിങ്ങളുടെ നേരത്തെ കണ്ടുപിടിച്ച 0.6 ആണ്, ഇത് 0.7. ഓക്കെ, നോട്ട് ബിഗ് ഡിഫറൻസ്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ആൻസർ directly using the table value method. ഓക്കെ, ആനുവിറ്റി ടേബിൾ വാല്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നെറ്റ് എഫക്റ്റ് വരുന്നത് സെയിം ആണ്. ഈ PVIFA എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങൾ ഫോർമുലയിൽ കണ്ടുപിടിക്കുന്നത്. 1 മൈനസ് 1 by 1 plus r raised to n whole divided by r എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഈ നിങ്ങൾ സിമ്പിളായിട്ട് ടേബിളിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, so hope you are clear with this. So thank you.